ഇപ്പൊ സമയം എന്തുവായി? സമയം 4 മണി കഴിഞ്ഞു. നമ്മളെവിടെ പോവാ? തെങ്കാശി. ഹലോ ഗായ്സ്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുട്ടി ട്രിപ്പ് ഞങ്ങൾ എങ്ങനെ പോയി വന്നു എന്നാണ്. ടു ബി ഓണസ്റ്റ്, ഐ ഹാഡ് നോ ഐഡിയ. ആകെ തെങ്കാശിയാണ് പോകുന്നതെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളായിരുന്നു. ട്രിപ്പ് ഫുൾ സസ്പെൻസ് ആയിരുന്നു. സ്കൂട്ടറിലാണ് ഞങ്ങളുടെ ട്രിപ്പ്. ഒരാൾ ഓടിച്ച് ക്ഷീണിക്കുമ്പോൾ അടുത്ത ആൾ ഓടിക്കും. ട്രിപ്പ് റൂട്ട് ഞാനൊന്ന് ഷോർട്ട് ആക്കി പറയാം. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് മലയാലപ്പുഴയിൽ നിന്നാണ്. മലയാലപ്പുഴ, കുമ്പഴ, കോന്നി, കൂടൽ, പത്തനാപുരം, ഒറ്റക്കൽ, തെന്മല, ആര്യങ്കാവ്, പുലിയറൈ, സെങ്കോട്ടൈ വഴി തെങ്കാശി. ടോട്ടൽ 97 കിലോമീറ്റർ. വെളുപ്പിനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് യാത്ര നല്ല വൈബായിരുന്നു. ഓൾമോസ്റ്റ് ഹൈ റേഞ്ച് പോലത്തെ സ്ഥലങ്ങൾ, പലയിടത്തും നല്ല മഞ്ഞുണ്ടായിരുന്നു. പുനലൂർ മുതൽ ആര്യങ്കാവ് വരെ ഞങ്ങളുടെ ഇടത് സൈഡ് റെയിൽവേ ട്രാക്ക്, വലത് സൈഡ് തെന്മല റിസർവോയറിൽ നിന്നും പാലരുവി വെള്ളച്ചാട്ടം വരെ പോകുന്ന അച്ചൻകോയിൽ റിവർ. ഇത് കൂടാതെ നല്ല നല്ല കൂറ്റൻ പാറകൾ, അതിശയിപ്പിക്കുന്ന സൗന്ദര്യമുള്ള മരങ്ങൾ. ഞങ്ങൾ മുന്നോട്ട് പോകും തോറും ചുറ്റുമുള്ള സീനറിയുടെ ഭംഗി കൂടുന്നത് പോലെ തന്നെ നേരവും വെളുത്തുകൊണ്ടിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പലയിടത്തും റെയിൽവേ ട്രാക്ക് ബ്രിഡ്ജായിരുന്നു. അതിന്റെ താഴെ കൂടെ പോകാൻ രസമായിരുന്നു. ഇതാണ് 13 കണ്ണറ പാലം. വലിയൊരു മല, അതായത് ആര്യങ്കാവ് കയറി ഇറങ്ങിയാൽ തമിഴ്നാടായി. അപ്പൊ പോര്, തമിഴ്നാട്ടിലേക്ക് പോവാം. സെങ്കോട്ടയിൽ നിന്നും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടിൽ എത്തി. അരുൾമികു കാശി വിശ്വനാഥൻ ടെമ്പിൾ. അമ്പലത്തിനകത്ത് ഫോൺ അലൗഡ് അല്ല. ഇവിടെ അതിനുള്ള ലോക്കർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 700 വർഷം പഴക്കമുള്ള ഈ അമ്പലം പാണ്ഡ്യ രാജാവ് പരാക്രമ പാണ്ഡ്യൻ പണി കഴിപ്പിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ മഹാദേവനാണ്. തെങ്കാശി എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്, തെക്ക് ദിശയിലെ കാശി. ഈ അമ്പലത്തിന്റെ രാജഗോപുരം അതൊന്ന് നേരിൽ കാണേണ്ടത് തന്നെയാണ്. അമ്പലം ഫുൾ ഗ്രാനൈറ്റിൽ തീർത്ത കൊത്തുപണികളാണ്. പലതും ഡീകോഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. പിന്നീട് ഒട്ടും വൈകിപ്പിക്കാതെ ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ട് പിടിച്ചു. വെള്ളമില്ലാത്ത കുട്രാളം വാട്ടർഫാൾസ്. അങ്ങനെ വെള്ളമില്ലാത്ത കുട്രാളം വെള്ളച്ചാട്ടം കണ്ടു. ഇവിടെ വെള്ളം കുറവായതുകൊണ്ട് വേറെ സ്പോട്ട് പിടിച്ചു. നമ്മളിപ്പോ എവിടാ? കുട്രാളം ഇതെന്താ ഇവിടെ നടക്കുന്നത്? കൊണ്ടാട്ടി, இந்த വെള്ളച്ചാട്ടം എപ്പടി ഇരുന്നത്? ആകെ ഉറവ പോലെ കുറച്ച് വെള്ളം, അതിൽ കുളിക്കാൻ 10,000 ആൾക്കാർ. അവിടത്തെ സുഗന്ധം ഓർമ്മിപ്പിക്കല്ലേ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നെക്സ്റ്റ് സ്പോട്ട് പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള തമിഴ്നാട് വഴികളിലൂടെ സ്കൂട്ടറിൽ പോകുന്നത്. അടിപൊളിയായിരുന്നു. അതാണ് നമ്മൾ പോകുന്ന സ്ഥലം. സ്ഥലത്തിന്റെ പേരെന്താ? ഇതാണ് അന്യൻ പാറ. അന്യൻ ഫിലിമിന്റെ മറ്റേ സോങ് ഷൂട്ട് ചെയ്ത റീപെയിന്റ് ചെയ്തായിരിക്കാനാ സാധ്യത, അല്ലെങ്കിൽ ഇത് മങ്ങിയിട്ടുണ്ടാവും. ഈ പാറയുടെ വലിപ്പം മനസ്സിലാക്കാൻ ഇവിടെ താഴെ എന്നെ നോക്ക്. ഇനി ഞങ്ങൾ തമിഴ്നാടിനോട് ടാറ്റ പറയാൻ പോവുകയാണ്. ആ കാണുന്ന മലനിരകളാണ് കേരളം. നെക്സ്റ്റ് സ്പോട്ട് തെന്മല ഡാം. എന്ത് രസായി പച്ചപ്പ് ഹരിതാപേ.
പിന്നെ പത്തനാപുരം കഴിഞ്ഞ് 2:30 ആയപ്പം ലഞ്ച് കഴിക്കാൻ കയറി. പിന്നെ നോക്കാം. അല്ല ഇപ്പൊ വേണ്ട. വൈകിട്ട് ഒരു 3:30 ആയപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. സോ ഞങ്ങളുടെ ടോട്ടൽ ട്രിപ്പിന്റെ ചിലവ് 1423 രൂപ മാത്രം. കുറച്ചുകൂടി സ്പോട്സ് നിങ്ങൾക്ക് ഈ റൂട്ടിൽ പോകാൻ പറ്റും. തെന്മല ഡിയർ റീഹാബിലിറ്റേഷൻ സെന്റർ, പാലരുവി വെള്ളച്ചാട്ടം, റോസ്മല വ്യൂ പോയിന്റ്, 13 കണ്ണറ പാലം, ആര്യങ്കാവ് അയ്യപ്പ ക്ഷേത്രം, അമ്പനാട് ഹിൽസ് ടീ എസ്റ്റേറ്റ്, ഓൾഡ് കൊട്രാളം ഫാൾസ്, ടൈഗർ ഫാൾസ്, തേനരുവി ഫാൾസ്, അങ്ങനെ പലതും. ചില യാത്രകൾ അങ്ങനെയാണ്. ഡെസ്റ്റിനേഷനെക്കാട്ടിലും ഭംഗി ജേണിക്കായിരിക്കും. അടുത്ത വീഡിയോ ലച്ചുവിന്റെ കല്യാണ വീഡിയോ ആയിരിക്കും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ബൈ ബൈ.